സക്സസ് വാലി ടോക്ക് ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് വളരെ വിശിഷ്ടനായ ഒരു അതിഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ ഫഹദാണ്, MBBS ഡോക്ടറാണ്. അതുപോലെ തന്നെ അദ്ദേഹം MRCP UK ട്രെയിനി കൂടിയാണ്. അതിനു പുറമെ PG ഡിപ്ലോമ ഡയബറ്റോളജിയിൽ വെയിൽസ് യൂണിവേഴ്സിറ്റി, ആമേ കറക്റ്റ്? ഓക്കെ, വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ഡിപ്ലോമ ഡയബറ്റോളജിയിൽ എടുത്ത വ്യക്തിത്വമാണ്. അതിനൊക്കെ പുറമെ എന്നെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തിയത് മൈൻഡ് ബോഡി കണക്ഷനില്ല, മൈൻഡ് ബോഡി കോണ്ടനം എന്നാണ് സയൻസിൻ്റെ ലാംഗ്വേജ്. അദ്ദേഹം തന്നെ പിന്നീട് അതൊക്കെ പറയും, വളരെ സയൻറ്റിഫിക്കായിട്ട് കൂടെ സംസാരിക്കും അദ്ദേഹം ഡോക്ടർ. അപ്പോൾ ആ മൈൻഡ് ബോഡി കണക്ഷനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും മാത്രമല്ല ആ വിഷയത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ, ഒന്നിലധികം പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഒരു പുസ്തകം ഞാൻ ഓൾറെഡി വായിച്ചൊരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം, ദ സയൻസ് ഓഫ് ഇമോഷൻസ് എന്നാണ്. അതായത് വികാരങ്ങളുടെ ശാസ്ത്രം. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ശരീരത്തെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഓരോ അവയവങ്ങളെയും എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത്, അതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്നിത്യാദി ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠനം നടത്തിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. വളരെ വി ആർ വെരി ഹാപ്പി, സക്സസ് വാലി ഈസ് വെരി ഹാപ്പി ടു കോർഡിയലി വെൽക്കം ഡോക്ടർ ഫഹദ് ബഷീർ. ഓക്കെ, രണ്ട് വാക്ക് ഫഹദ് ബഷീർ നിങ്ങൾ സംസാരിക്കുന്നതിന് ഇൻട്രോ ആൻഡ് ഐ വെൽക്കം യു ടു ദ ഓഡിയൻസ്. ഞാൻ ഡോക്ടർ ഫഹദ് ബഷീറാണ്. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സർജറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ MBBS കഴിഞ്ഞു, അതേപോലെ PG ഡിപ്ലോമ ഡയബറ്റോളജി കഴിഞ്ഞു, അതേപോലെ MRCP ഫിസിഷ്യൻ അങ്ങനെയുള്ള പ്രോസസ്സിലാണ്. സോ അതിൽ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മൾ ചെയ്യുന്ന സൈക്കോതെറാപ്യൂട്ടിക്സിൽ നമ്മളെ ഇമേജറി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗൈഡഡ് ഇമേജറി ആണ് നമ്മൾ പറയുന്നത്. അതിന്റെ ഈ ഇമേജറി ഉപയോഗിച്ചിട്ട് നമ്മള് ബ്രെയിനിലും അതേപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലും എൻഡോക്രൈൻ സിസ്റ്റത്തിലും ഉണ്ടാക്കി വരുന്ന ആ ചേഞ്ചസ്, പിന്നെ പലരുടെയും പല എക്സ്പീരിയൻസുകൾ എടുക്കുമ്പോൾ there is a lot of resolution of symptoms. ക്ലിനിക്കൽ ഡിസോർഡർ വരുമ്പം അതിന്റെ എത്രത്തോളം അതിന്റെ സിംറ്റംസ് പലരെയും തെറാപ്പി കഴിഞ്ഞ ശേഷം ഇമേജറി ചെയ്യുമ്പോഴൊക്കെ ഇമേജറി തെറാപ്യൂട്ടിക്സ് ഒക്കെ ചെയ്യുമ്പോൾ പലരുടെയും ഈ സിംറ്റംസ്, ക്ലിനിക്കൽ ഡിസോർഡേഴ്സിന്റെ പല സിംറ്റംസ്, പേടിയാണ്, ഫോബിയ ആണെങ്കിൽ ആ ഫോബിയന്റെ ഇന്റൻസിറ്റി കുറയുന്നത്, പിന്നെ അതേപോലെ തന്നെ ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന അവരുടെ ഹൃദയ സംബന്ധമായ വിഷയങ്ങൾ ആയിട്ടുള്ള കുറെ സിംറ്റംസ് കുറയുന്നുണ്ട്. റിക്കറൻസ് ഓഫ് സിംറ്റംസ്, രണ്ടാമത് വരാനുള്ള ചെസ്റ്റ് പെയിനുള്ള ഡ്യൂറേഷൻ കൂടുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ആസ്മാറ്റിക്സില് ഇതൊക്കെ സയന്റിഫിക്കലി കംപ്ലീറ്റ് ഒരുപാട് ഗവേഷണം നടക്കുകയും ഇതൊക്കെ നടന്നതല്ലേ? ഒരുപാട് ജേർണൽസ് വായിച്ചിട്ടുണ്ടാവല്ലോ ഡോക്ടർ ഈ വിഷയത്തിൽ, അല്ലെ? പഠിച്ചിട്ടുണ്ടാവും, അവളെ പോയിട്ട് സ്വാഭാവികമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു ഇൻട്രോ നൽകാൻ ചോദിക്കട്ടെ, ഈ സയൻസ് ഓഫ് ഇമോഷൻസ് ഉണ്ടല്ലോ, ഇത് ഇത്തരത്തിലുള്ള വേറെയും കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഡോക്ടർ. അപ്പൊ ഏതൊക്കെ പുസ്തകങ്ങളാണ്, എന്തൊക്കെയാണ് വിഷയം? അതിന്റെ ഒരു ഡാറ്റ, ഒരു പ്രൊഫൈൽ ആദ്യം ആളുകൾ അറിയട്ടെ എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും 11 പുസ്തകം എഴുതിയ വ്യക്തിത്വം നമ്മുടെ കൂടി ഇരിക്കുന്നത് കേട്ടോ. അതായത് മൈൻഡ് ബോഡി കണക്ഷനാണ് പുള്ളിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് തന്നെ. അതിൽ 11 പുസ്തകങ്ങൾ. അപ്പൊ 11 പുസ്തകവും മൈൻഡ് ബോഡി കണക്റ്റഡ് ആണോ, എങ്ങനെയാണ് അത് വരുന്നത്? അതല്ല, 5 പുസ്തകങ്ങളും മൈൻഡ് ബോഡി, പ്യോർലി മൈൻഡ് ബോഡിയാണ്, മനസ്സ് ശരി നമ്മളെ ബന്ധത്തെ കുറിച്ചാണ്. ഓക്കെ, എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോഴ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് ടൂൾസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടൂൾസാണ് NLP എന്ന് പറയുക, അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അതുപോലെ TA ഉണ്ട്, ട്രാൻസാക്ഷൻ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്, ജസ്റ്റൽ തെറാപ്പി ഉണ്ട്. അതുപോലെ ഒരുപാട് തെറാപ്പികൾ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ വ്യത്യസ്ത ടൂൾസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഡോക്ടർക്ക് തന്നെ അതറിയാം. ആ ടൂൾസിലെ പ്രധാനപ്പെട്ട ഒരു ടൂളായ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിലെ വളരെ 18 അല്ലെങ്കിൽ 20ഓളം തത്വങ്ങൾ അതിനകത്ത്, ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. അതിലൊരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെ എന്താണ്, അത് പറയലിങ്ങനെയാണ്: മൈൻഡ് ആൻഡ് ബോഡി ഈസ് എ പാർട്ട് ഓഫ് സെയിം സിസ്റ്റം എന്നാണ്. ആ കോണ്ടിനും ഇന്റർലിങ്ക്ഡ്, മനസ്സും ശരീരവും തമ്മിൽ ഇന്റർലിങ്ക്ഡ് ആണ് എന്നുള്ളത്. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് അതിൻ്റെ സയൻറ്റിഫിക് മോഡുലേഷനോടുകൂടി, അതിൻ്റെ സയൻറ്റിഫിക് അവയർനെസ്സോടുകൂടി നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇവിടെ എത്തിയെന്നുള്ളത്. വി ആർ വെരി ഹാപ്പി for that, and first of all thank you very much from our part of Success Valley. അപ്പോൾ NLPയിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ടൂളുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രിൻസിപ്പിളിൽ ഒരു പ്രിൻസിപ്പിളായ മൈൻഡ് ആൻഡ് ബോഡി ആർ ദ പാർട്ട് ഓഫ് ദ സെയിം സിസ്റ്റം എന്ന വിഷയത്തെ കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ട് നിങ്ങളോട് സംസാരിക്കാനും ചർച്ച ചെയ്യാൻ വേണ്ടി
എത്തിയ ഡോക്ടർ ഫഹദ് ബഷീറിന്റെ ഒരുപാട് പ്രത്യേകത പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പ്രത്യേകതയാണ്. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു പ്രത്യേകതയാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകം സയൻസ് ഓഫ് ഇമോഷൻസ് എന്ന് പറഞ്ഞ ഈ പുസ്തകം ആക്ച്വലി പാട്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് പബ്ലിഷ് ചെയ്തത്. പാട്രിഡ്ജ് എവിടെയാണ് സെർവ് ചെയ്യുന്നത് ആക്ച്വലി ഡോക്ടർ? എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അമേരിക്കയിലെ പാട്രിഡ്ജ് കമ്പനിയാണ് പബ്ലിക്കേഷനാണ് ഇത് ആക്ച്വലി ഇത് പബ്ലിഷ് ചെയ്തത്. അതിനൊക്കെ പുറമെ ഈ പുസ്തകം സ്പാനിഷ് ഭാഷയിൽ കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് വർഷമാണ് സ്പാനിഷ് ഭാഷയിലേക്ക് ഇത് വരുന്നത്, ഇതിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത് സാർ? എഡിറ്റോറിയൽ ഓഡിയോൺ എന്ന് പറഞ്ഞ പബ്ലിഷിംഗ് കമ്പനിയാണ്. എഡിറ്റോറിയൽ ഓഡിയോൺ, ഓക്കെ. സ്പെയിൻ കമ്പനിയാണോ? സ്പാനിഷ് കമ്പനി. ഓക്കെ, വെരി ഗുഡ്. അപ്പം അവരുടെ സയൻസ് മാഗസിനിൽ ഐസ്പെക്ട്രം എന്ന സയൻസ് മാഗസിനിലാണ് ഞാൻ ഇതിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് കുറെ ആർട്ടിക്കിൾ എഴുതുകയും അങ്ങനെ അത് അവർക്ക് ഇഷ്ടപ്പെടുകയും പിന്നെ സ്പെയിനിലേക്ക് എസ്പെനോൾ ബാസിലേക്ക് മാറ്റി. സയൻസ് ഓഫ് ഇമോഷനിൽ നിന്ന് ആർട്ടിക്കിൾസ് കുറെ ഞാൻ എഡിറ്റോറിയൽ ഓഡിയോന്റെ അവരെ ഒരു സയൻസ് മാഗസിൻ ഉണ്ട്, സ്പെക്ട്രം മാഗസിൻ. ഈ എഡിറ്റോറിയൽ ഓഡിയോൺ സയൻസ് മാഗസിൻ ആണ് അല്ലേ? എന്ന് പറഞ്ഞ പബ്ലിഷിംഗ് കമ്പനിയാണ്. അവർക്ക് സയൻസ് മാഗസിൻ ഉണ്ട്, സ്പെക്ട്രം സയൻസ് മാഗസിൻ. ഓക്കെ. അവര് മന്ത്ലി 3 മന്ത്ലി ആകുമ്പോൾ ഒരു ഇഷ്യൂസ് ഇറക്കാറുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ സയന്റിഫിക് ബേസ്ഡ് ആണ് അല്ലേ? സയൻസ് കമ്മ്യൂണിറ്റി ആയിരിക്കും ഇതിന്റെ പിന്നിലുള്ളത്, അല്ലാതെ ഓർഡിനറി പീപ്പിൾ അല്ല എന്നർത്ഥം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പം ഈ ബുക്കിൽ നിന്നാണ് അതിലേക്ക് ആർട്ടിക്കിൾസിലൊക്കെ എഴുതി റെഫറൻസ് കൊടുക്കുന്ന അതിലേക്ക് എഴുതാറുണ്ട്. ഓക്കെ ഓക്കെ. അത് ഇഷ്ടപ്പെട്ടപ്പോഴാണ് അവര് മറ്റേ സ്പെയിനിലേക്ക് ഭാഷ മാറ്റി റെഫർ ചെയ്തത്. ഓക്കെ. അപ്പൊ ഈ ഇംഗ്ലീഷിലെ കോപ്പി അവർക്ക് ഇഷ്ടമായി നടത്താം. ആ ഒരു ടീക്ക് സയന്റിഫിക് കമ്മ്യൂണിക്ക് ഈ കോപ്പി ഇഷ്ടപ്പെടുകയും അതിന് ശേഷമാണ് സ്പെയിനിലേക്ക്. ഇനി മറ്റു ഭാഷയിലേക്ക് വരാനുള്ള പദ്ധതികളുണ്ട്? എങ്ങനെയാണ്? ഇനി സാധ്യതകൾ കാണുന്നുണ്ടോ? സാധ്യതകളുണ്ട്. ഓക്കെ. ഈവൻ ദോ യു ആർ നോട്ട് പ്ലാൻഡ് ഇറ്റ്, ദർ ആർ പോസിബിലിറ്റീസ്. സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ഫഹദ് ബഷീറിൻ്റെ മറ്റൊരു കരിയറിലെ മറ്റൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ഒരുപാട് റിസർച്ച് പേപ്പർ സമർപ്പിച്ചു എന്നുള്ളതാണ്. റിസർച്ച് പേപ്പർ സയൻറ്റിഫിക് ലെവലുള്ള ഏതൊക്കെ ലെവലിലാണ്, എവിടെയൊക്കെയാണ് റിസർച്ച് പേപ്പർ സമർപ്പിച്ചേക്കുന്നത്? ദുബായിൽ ഷെയ്ഖ് ഹംദാന്റെ മെഡിക്കൽ ജേർണൽ. ശരി, ദുബായിൽ നിന്നാണോ പബ്ലിഷ് ചെയ്യുന്നത്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അവരുടെ മെഡിക്കൽ ജേർണലിൽ 2 പീർ റിവ്യൂ റിസർച്ച് പേപ്പറാണ് published. അതിലോ ഒന്നാമത്തെ പേപ്പർ എന്ന് വെച്ചാൽ ഹൃദയവും മനസ്സും തമ്മിൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, മനസ്സിൽ എന്ത് മാറ്റം വരുന്നത്. ഈ ഹൃദയം ഇതൊക്കെ പഠിക്കുന്ന സയന്റിഫിക് ബേസിലാണ് ഇതൊക്കെ പഠനം നടക്കുന്നത്, പ്യൂർലി സയന്റിസ്റ്റുകളാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം നടത്തുന്നുണ്ട് കാലിഫോർണിയയിൽ. ഓക്കെ. അപ്പം അവരെ വർക്ക്സുകൾ റെഫർ ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ സ്റ്റാൻഫോർഡിൽ ന്യൂറോ കാർഡിയോളജിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ന്യൂറോ കാർഡിയോളജി പറയുമ്പോൾ ഹൃദയത്തിനായിട്ടുള്ള ഒരു ന്യൂറോണൽ ഇൻട്രിൻസിക് ന്യൂറോൺ സിസ്റ്റം, ഹൃദയത്തിന്റെ ന്യൂറോൺസ്, അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന വിഷയമായിരിക്കും ന്യൂറോ കാർഡിയോളജി. ഓക്കെ, വെരി ഗുഡ്. അവരെ പഠനങ്ങൾ റെഫറൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ റിസർച്ച് ആർട്ടിക്കിളാണ് ഇതിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. പിന്നെ രണ്ടാമത്തെ വരുന്നത് നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സിസ്, അതായത് ആമാശയവും മനസ്സും ബിഹേവിയർ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള മനസ്സും മസ്തിഷ്കവും ആമാശയത്തിലെ ബാക്ടീരിയകളും തമ്മിലുള്ള ആമാശയത്തിലെ ഞരമ്പുകളും ന്യൂറോൺസും തമ്മിലുള്ള എൻട്രിക്കൽ സിസ്റ്റം തമ്മിലുണ്ടാവുന്ന ഒരു ഇന്ററാക്റ്റീവ് സൈക്കിൾ. ഇന്ററാക്റ്റീവ് സൈക്കിൾ മലയാളത്തിൽ ഒന്നും കൂടി മലയാള ഭാഷയിലേക്ക് ഇങ്ങനെ പറയാതിന് പരസ്പര ബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥ. ഓക്കെ ഓക്കെ. ഇന്റർ കണക്ഷൻ, എല്ലാം കൂടിയുള്ള കണക്ഷൻ. യെസ്, പരസ്പരമുള്ള കണക്ഷനുകൾ. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ റിസർച്ച് ആർട്ടിക്കിളാണ് പബ്ലിഷ് ചെയ്തത്. ഓക്കെ. അങ്ങനെ ടോട്ടലി എത്ര പേപ്പറാണ് ടോട്ടൽ പബ്ലിഷ് ചെയ്തേക്കണം? 2 റിവ്യൂ റിസർച്ച് ആർട്ടിക്കിളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഞങ്ങൾ പൈലറ്റ് സ്റ്റഡി നടത്താൻ പോകുന്നുണ്ട്. ഗൈഡഡ് ഇമേജറിയുടെ നമ്മളെ മനസ്സിൽ പിക്ചർ കൊണ്ടുവരുമ്പോൾ പിക്ചറൈസേഷൻ ഇമേജറി, മനസ്സിലൊരു ഇമേജറി കൊണ്ടുവരുമ്പോൾ സൃഷ്ടിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിൽ എന്തൊക്കെ മാറ്റം വരുത്തുന്നു എന്നുള്ളതൊക്കെ നമ്മൾ EEG വെച്ചിട്ട് ഇലക്ട്രോഎൻസെഫലോഗ്രാം വെച്ചുള്ള പഠനം ഞങ്ങൾക്ക് ഇപ്പം പാസ്സാവും. അവർ എത്തിക്സ് കമ്മ്യൂണിറ്റിന്റെ ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ പാസ് 2-3 മാസം കഴിയുമ്പോൾ അത് കിട്ടും. പിന്നെ പൈലറ്റ് സ്റ്റഡി നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ നടത്തുന്നുണ്ട്. അതൊരു 100-100 ആൾക്കാരെ വെച്ചിട്ടാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ പിയർ റിവ്യൂ റിസർച്ച് ആർട്ടിക്കിളും അതിന്റെ റിസർച്ച് പേപ്പേഴ്സ് റാൻഡമൈസ്ഡ് ആവുമ്പോൾ അത് ഇറ്റ് ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ സയന്റിഫിക്. ഈ റാൻഡമൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയും? കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ പഠനം. ഒരു സംഭവം ശാസ്ത്രമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ അത് നമ്മൾ RCT ആണ് അതിനെ പറയാം, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന പഠനം നടത്തണം. അതിന് phase 1, 2, 3 അങ്ങനെ കുറച്ച്. അപ്പൊ അത് പബ്ലിഷ് ചെയ്ത ജേർണലിൽ വരുന്നതോടുകൂടി ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി സയന്റിഫിക്. It becomes a science. Okay, very good. Very nice. Okay.